ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 8ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടീസ് ലവിങ് യുവർ ഇന്നർ ചൈൽഡ് പാർട്ട് 1. ഇന്ന് മിറർ പ്രാക്ടീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. ഇന്ന് കണ്ണാടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ മാത്രമേ കാണാൻ കഴിയൂ, അല്ലാതെ നിങ്ങളെയല്ല അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ എത്ര പ്രായമായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെയാണ് നാം ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എത്ര കോൺഫിഡൻ്റ് ആയാലും, ജീവിതത്തിൽ എത്ര ഉയർന്നാലും, എത്ര വിജയശ്രീലാളിതരായാലും നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടി എപ്പോഴും സ്നേഹവും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നു, ലാളിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് നാം നമ്മുടെ ഇന്നർ ചൈൽഡുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടി ഉള്ളതുപോലെ തന്നെ ഒരു പാരൻറ്റും ഉണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് സുരക്ഷിതത്വ ബോധവും നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് സന്തോഷവും സുരക്ഷിതത്വ ബോധവും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. നിങ്ങൾക്ക് ദിവസവും കുറച്ചു നേരം ഈ കുഞ്ഞിനെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദിവസം ചെല്ലുന്തോറും കൂടുതൽ നന്മകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡിനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും തയ്യാറാണ്. ഈ ഒരു അഫർമേഷൻ ഇന്ന് പറയണം. ഇനി ഇന്നത്തെ മിറർ പ്രാക്ടീസ്. ഇതിനായിട്ട് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ, 5 വയസ്സുള്ളപ്പോഴുള്ള ഫോട്ടോ ആയാൽ ഏറ്റവും നല്ലത്. അത് സംഘടിപ്പിക്കുക. അത് എന്നിട്ട് കണ്ണാടിയിൽ ഒട്ടിച്ച് വെക്കുക. ആ കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ ഒരു കുറച്ച് സമയം നോക്കുക. നിങ്ങൾ എന്താണ് കാണുന്നത്? സന്തോഷമുള്ള ഒരു കുഞ്ഞിനെയാണോ, അതോ ദയനീയത തോന്നിക്കുന്ന ഒരു കുട്ടിയെയാണോ? ആ കുഞ്ഞിനോട് സ്നേഹപൂർവ്വം സംസാരിക്കുക. ഒരു ഓമന പേരുണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് സംസാരിക്കുക. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഓടാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. അതുകൊണ്ട് ഇരിക്കുക. ഒരു തൂവാല കയ്യിൽ കരുതുക. ഒരു പക്ഷേ ഒരുപാട് ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു അനുഭവമാകാം ഇത്. ഇനി നിങ്ങൾ കുഞ്ഞിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷം പറയുക, ഐ ലവ് യു ഡിയർ വൺ, ഐ ആം ഹേർട്ട് ഫോർ യു, യു ആർ സേഫ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിനക്കായി ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നീ സുരക്ഷിതനാണ്. ഇങ്ങനെ 3 തവണ പറയുക. ഇനി ജേർണലിങ്ങിനുള്ള സമയമാണ്. ഇന്നത്തെ ജേർണലിങ്ങിന് നിങ്ങൾക്ക് കുറച്ച് ക്രയോൺസ്, കളർ പെൻസിൽ, കളർ പേന ഇവ ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണയായിട്ട് എഴുതാൻ ഉപയോഗിക്കാത്ത കൈ ഉപയോഗിച്ച്, അതായത് നിങ്ങളുടെ വലത് കൈ വെച്ച് എഴുതുന്ന ആളാണ് എങ്കിൽ ഇടത് കൈ കൊണ്ടും, ഇടത് കൈ ഉപയോഗിച്ച് എഴുതുന്ന ആളാണെങ്കിൽ വലത് കൈ കൊണ്ടും നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കുക. മൂന്നാമതായിട്ട് ഈ വരച്ചിരിക്കുന്ന ചിത്രം കണ്ണാടിയിൽ ഒട്ടിക്കുക. നാലാമതായിട്ട് കണ്ണാടിയിൽ നോക്കി, ഒട്ടിച്ച ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് സംസാരിക്കുക. ഇനി പറയുന്ന ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിക്കുക. അതിനുള്ള ആൻസർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യം, നിനക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്? മൂന്നാമത്തെ, നിനക്ക് എന്താണ് ആവശ്യം? 4, നിന്നെ സന്തോഷവാനാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഹൃദയചിന്ത, ഐ എംബ്രൈസ് മൈ ഇന്നർ ചൈൽഡ് വിത്ത് ലവ്. എൻ്റെ ഉള്ളിലെ കൊച്ചു കുഞ്ഞിനെ ഞാൻ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്നു. ഇത് ഒരു 21 തവണയെങ്കിലും ജേർണൽ ബുക്കിൽ എഴുതണം. ഇനി മെഡിറ്റേഷൻ്റെ സമയമാണ്. ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യുക.
നിങ്ങൾ ശാന്തമായി ഇരിക്കുക. ശേഷം കണ്ണുകൾ പതിയെ അടയ്ക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുക. അത് പതിയെ പുറത്തേക്ക് വിടുക. ഇനി ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വാസമെടുക്കുക. അത് പതിയെ പതിയെ പുറത്തേക്ക് വിടുക. ശരീരം പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. പതുക്കെ കാൽവിരലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽവിരലുകളെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. കാൽപാദങ്ങളും കണങ്കാലുകളും റിലാക്സ് ആവട്ടെ. കാൽപാദം മുഴുവൻ ഭാരം തോന്നിക്കുന്നതായി സങ്കൽപ്പിക്കുക. കാൽമുട്ടുകൾ റിലാക്സ് ആവട്ടെ. തുടകൾ റിലാക്സ് ചെയ്യട്ടെ. ഇനി അരക്കെട്ടിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ റിലാക്സ് ആവുകയാണ്. അബ്ഡോമിനും ചെസ്റ്റ് മസിൽസും ഷോൾഡേഴ്സും റിലാക്സ് ആവട്ടെ. പുറം ഭാഗം റിലാക്സ് ആവട്ടെ. കഴുത്ത് റിലാക്സ് ആവട്ടെ. താടിയെല്ലുകളും മുഖവും റിലാക്സ് ആവട്ടെ. കണ്ണിന് ചുറ്റുമുള്ള മസിലുകൾ റിലാക്സ് ആവട്ടെ. തല റിലാക്സ് ആവട്ടെ. ലെറ്റ് ഗോ, ലെറ്റ് ഗോ, ലെറ്റ് ഗോ. എല്ലാ ടെൻഷനുകളും വേദനയും പുറത്തേക്ക് പോവട്ടെ. റിലാക്സ്. ലെറ്റ് ഗോ ആൻഡ് റിലാക്സ്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.